അലൈക്കും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആയത്തിൻ്റെ പേരാണ് ആമന റസൂലു എന്നുള്ളൊരു ആയത്തുണ്ട്. അത് സൂറത്ത് ബഖറയിലെ അവസാനത്തെ ആയത്തായ 255. നമുക്കാദ്യം ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الفاسق قوم الكافرين. നമുക്ക് ആദ്യം മുതൽ ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ. റസൂലിന് അദ്ദേഹത്തിൻ്റെ റബ്ബിങ്കിൽ നിന്ന് അവതരിക്കപ്പെട്ടതിൽ അദ്ദേഹവും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. എല്ലാവരും തന്നെ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസുലിഹി വഖാലു സമിഅന വ അത്അന ഗുഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ. അവൻ്റെ റസൂലുകളിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല. ഇതാണ് അവരുടെ നില. അവർ പറയുകയും ചെയ്യുന്നു, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ പൊറുക്കൽ അതാണ് ഞങ്ങൾ നേടുന്നത്. ഞങ്ങളുടെ റബ്ബേ, നിന്റെ അടുക്കലക്കത്രേ തിരിച്ചു വരൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്. ഒരു ആത്മാവിനോടും ഒരു വ്യക്തിയോടും അതിന് നിവൃത്തിയുള്ളതല്ലാതെ അള്ളാഹു ശാസിക്കുകയില്ല. അത് സമ്പാദിച്ചത് നന്മ അതിന് നന്നായിരിക്കും. അത് സമ്പാദിച്ചു തിന്മ കൂട്ടിയതും അതിൻ്റെ മേൽ തന്നെയായിരിക്കും. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബന ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമലത്ഹു അലല്ലദീന മിൻ ഖബ്ലിനാ. പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾ അബദ്ധം ചെയ്യുകയോ ചെയ്തുവെങ്കിൽ നീ ഞങ്ങളെ പിടികൂടരുതേ, ശിക്ഷ നടപടി എടുക്കരുതേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ നീ ഭാരം ചുമത്തുകയും ചെയ്യരുതേ. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ.
ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് സാധ്യത ഇല്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കുകയും ചെയ്യരുതേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, ഞങ്ങൾക്ക് പുറത്തു തരുകയും വേണമേ. ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യണമേ. നീ ഞങ്ങളുടെ യജമാനനാകുന്നു. ആകയാൽ അവിശ്വാസികൾക്ക് എതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ആയത്തിൻ്റെ രണ്ടായത്തുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. ആമന റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇലൈഹി അദ്ദേഹത്തിന്, മിൻ റബ്ബിഹി തൻ്റെ റബ്ബിൽ നിന്ന്, വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും, കുല്ലുൻ ആമന എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അള്ളാഹുവിൽ, വ മലായികതിഹി അവൻ്റെ മലക്കുകളിലും, വ കുതുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും, വ റുസുലിഹി അവൻ്റെ റസൂലുകളിലും ദൂതന്മാരിലും. റസൂലും ദൂതെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു വേറെ അർത്ഥമാണ്. ലാ നുഫർരിഖു ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല, ബൈന അഹദ് ഒരാൾക്കിടയിലും. ബൈന അഹദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കിടയിലും, ബൈന പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്. മിൻ റുസുലിഹി അവൻ്റെ റസൂലുകളിൽ നിന്ന്, വഖാലു അവർ പറയുകയും ചെയ്തു, സമിഅന ഞങ്ങൾ കേട്ടു, വഅതഅന ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. സമിഅന കേട്ടു, വഅതഅന ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. ഉഫ്രാനക നിൻ്റെ പൊറുക്കൽ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വയിലേക്ക് നിന്നിലേക്ക് തന്നെയാണ്, അൽ മസീർ തിരിച്ചു വരവ്. അടുത്തായത് 256. ലാ യുകല്ലിഫുല്ലാഹ് അള്ളാഹു ശാസിക്കുകയില്ല എന്നുള്ളതിന്, യുകല്ലിഫ് എന്നുള്ളതിന് അർത്ഥമുണ്ട്. നിർബന്ധിക്കുകയില്ല, കീഴ്ത്തുകയില്ല എന്നർത്ഥമുണ്ട്. നഫ്സൻ ഒരു ആത്മാവിനോട്, ല ഉസാഹ അതിൻ്റെ നിവൃത്തി, ലഹ അതിനാണ്, ലഹ പറഞ്ഞാൽ അതിനാണ്, അതിനുണ്ടായിരിക്കും, അതിൻ്റേതാണ് എന്നൊക്കെ പറയും. മക്തസബത്ത് അത് സമ്പാദിച്ചു കൂട്ടിയത്. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്ന ഞങ്ങളെ നീ പിടികൂടരുതേ. തുആഖിദ്ന പറഞ്ഞാൽ പിടികൂടുക. ഇന്ന സീന ഞങ്ങൾ മറന്നു പോയെങ്കിൽ, ഔ അഖ്തഅന അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധം ചെയ്തെങ്കിൽ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലാ തഹ്മിൽ നീ ചുമത്തുകയും ചെയ്യരുതേ, അലൈന ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക്, ഇസ്റോ ഭാരം, ഇസ്റോ എന്നാൽ ഭാരം, ഞെരുക്കം നമുക്ക് പറയും ഭാരം. ഇസ്റൻ പറഞ്ഞാൽ ഭാരം എന്നാണ്. നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഭാരം ചുമന്നാണ്ട് പോവില്ലേ, അതാണ്. കമാ ഹമൽതു തഹു ഹു എന്ന് പറഞ്ഞേ. അപ്പോൾ നീ അത് ചുമത്തിയതുപോലെ, അലല്ലദീന യാതൊരുവരുടെ മേൽ, മിൻ ഖബ്ലിന ഞങ്ങളുടെ മുമ്പുള്ള, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലാ തുഹമ്മിൽന ഞങ്ങളെ നീ വഹിപ്പിക്കുകയും ചെയ്യരുതേ, മാ യാതൊന്നിനെ, ലാ തോക്കാത്ത കഴിവില്ല, സാധിക്കാൻ കഴിയൂല, നമുക്ക് കഴിയൂല അത്. ലനാ ബിഹി ഞങ്ങൾ അതിന്, വാഫു അന്ന ഞങ്ങളെക്കുറിച്ച് നീ മാപ്പ് നൽകുകയും വേണമേ. വാഫിർ ലന ഞങ്ങൾ നീ പുറത്തു തരുകയും ഞങ്ങൾക്ക് നീ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് നീ പുറത്തു തരുകയും വേണമേ. വർഹംന ഞങ്ങളോട് നീ വർഹംന ഞങ്ങളോട് നീ കരുണ ചെയ്യുകയും, കരുണ എന്നുള്ളതിന് കൃപ കാണിക്കുകയും വേണമേ എന്നൊക്കെ ഉണ്ട്. അൻത മൗലാന നീ ഞങ്ങളുടെ യജമാനാകുന്നു.
തമ്പുരാൻ ആണ് എന്നൊക്കെ പറയും. യജമാൻ, തമ്പുരാൻ. ഫൻസുർന, ആകയാൽ ഞങ്ങളെ നീ സഹായിക്കണേ, അലാ ഖൗം, ജനങ്ങളുടെ മേൽ, അൽ കാഫിരീൻ, അവിശ്വാസികളായ. അതാണിപ്പോൾ 255, 256 ഉള്ളതിൽ ഓരോ വാക്കിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആവശ്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.